വാട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മൾ ഇടയ്ക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഈ ഹെഡ് ലാമ്പ് റീസ്റ്റോറേഷൻ കാര്യങ്ങളൊക്കെ വീഡിയോ ഇടുമ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് പ്രീമിയം വണ്ടികളെ കുറിച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്കൊരു പ്രീമിയം വണ്ടിയിൽ ലൈക്ക് ഒരു വണ്ടി ഉണ്ട്, ഒരു മെഴ്സിഡീസോ BM അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്, അതിൻ്റെ ഒരു ഗ്ലാസ് നിങ്ങളുടെ ഇന്ന് പൊട്ടിയെന്ന് വെച്ചാൽ അപ്പോൾ ഈ ഒരു ഹെഡ് ലാമ്പാണ് എടുത്തത്. നമ്മുടെ മെഴ്സിഡീസിൻ്റെ ഹെഡ് ലാമ്പാണ്. അപ്പോൾ ഈ ഒരു ഹെഡ് ലാമ്പൊക്കെ പുതിയതാണ്, ലെഫ്റ്റ് റൈറ്റും ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് 80-90 രൂപയ്ക്ക് മേളിൽ പോകും. 90 രൂപ, 1 ലക്ഷം ആ റേഞ്ചൊക്കെ ആയിരിക്കും എൻ്റെ പുതിയ ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് രണ്ടിനകത്തേയും ഗ്ലാസ്സിൽ പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പൊട്ടലൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പം നമ്മൾ ഇതാണ്ട് ഇതിൻ്റെ പുതിയ ഗ്ലാസ്, അതായത് ലെഫ്റ്റും റൈറ്റും പുതിയ ഗ്ലാസ് വാങ്ങി റീപ്ലേസ് ചെയ്ത് ബ്രാൻഡ് ന്യൂ കണ്ടീഷനിലേക്ക് ആക്കി വീണ്ടും റീസ്റ്റോർ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം ഈ മെഴ്സിഡീസ് അല്ലെങ്കിൽ പൊട്ടി നമ്മുടെ പ്രീമിയം വണ്ടികളെല്ലാം ആകുമ്പോഴത്തേക്ക് ഈ ഗ്ലാസ് പൊട്ടിയുള്ളൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ചേസസ് നമ്പറും വണ്ടിയുടെ മാനുഫാക്ചറിങ് ഇയറും വെച്ചിട്ട് ഈ ഒരു ഗ്ലാസ് നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ. നമ്മുടെ ഗ്ലാസും കാലൊക്കെ ഒരുപാട് സ്റ്റോക്കും കാലൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ആ ഒരു ക്വാളിറ്റിയും കാലൊക്കെ നോക്കിയുണ്ട്. പുതിയ ഗ്ലാസ് തന്നെയാണ് ഇട്ടേക്കുന്നുണ്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് വണ്ടിക്കകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആരും പറയത്തില്ല എൻ്റെ ഗ്ലാസും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടെന്ന്. അത്ര ഒരു പെർഫെക്റ്റ് ആയിട്ടാണ് അതിൻ്റെ ലോക്കും കാര്യങ്ങളൊക്കെ ഇട്ടതാണ്ട ഫൈൻ ആ ലുക്കൊക്കെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈഡ് തന്നെ നോക്കിയേണ്ട മൊത്തത്തിൽ നല്ലതായിട്ടാണ് ചെയ്തേക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ കണ്ടോ. മാറ്റി കഴിഞ്ഞാൽ ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ പോലും ഇല്ല, കാരണം പുതിയ ഗ്ലാസ്സാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പ്രീമിയം വണ്ടിയൊക്കെ ഉണ്ട്, ഗ്ലാസും കാര്യങ്ങളൊക്കെ പൊട്ടിപ്പോയി പുതിയ ഹെഡ് ലാമ്പ് റീപ്ലേസ് ചെയ്യുന്നതിൻ്റെ കോസ്റ്റൊക്കെ ഇട്ടിട്ട് ഭയങ്കര രീതിയിൽ നിങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. കണ്ട ഈ ഒരു ഹെഡ് ലാമ്പ് ഫുള്ള് മാറുന്നതിന് ഈ ഒരു ഗ്ലാസ് മാത്രം മാറേണ്ട ആവശ്യമില്ല. ഗ്ലാസ് മാത്രമല്ല, ഇതിൻ്റെയൊക്കെ DRL കംപ്ലയിൻ്റ് ആയാൽ പോലും നമുക്ക് ആ ഒരു DRLും മാറി അതിൻ്റെ ലേബറും ജസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതും സെറ്റാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഇതൊരു എക്സാമ്പിളായിട്ട് ഞാൻ കാണിച്ചതേ ഉള്ളൂ. ഏത് വണ്ടി ആയിക്കോട്ടെ നമുക്ക് ഗ്ലാസും കാര്യങ്ങളൊക്കെ മാറാം. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഹെഡ് ലാമ്പ് കസ്റ്റം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമായിട്ടും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അതൊക്കെ ഈ ഒരു DRLൊക്കെ മാറ്റി നല്ല DRLും RGB ലൈറ്റൊക്കെ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ലൊക്കേഷൻ വരുന്ന കൊല്ലമാണ്. ജസ്റ്റ് ആ ഒരു ലൊക്കേഷനിലേക്ക് കൊറിയർ ചെയ്ത് തന്നു കഴിഞ്ഞാൽ നമ്മൾ വർക്ക് തീരുമ്പോഴത്തേക്ക് നിങ്ങൾ ലൊക്കേഷനിലേക്ക് തിരിച്ച് അയച്ചിരുന്നതാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തൊരു ജസ്റ്റ് ഒന്ന് ഫോളോ ഇട്ടേ. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ പെട്ടെന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലാണ് ഇടുന്നത്. അതുകൊണ്ടാണ് യൂട്യൂബിൽ ഇപ്പോൾ ആക്റ്റീവ് അല്ല. തന്നെ യൂട്യൂബിൽ അടിപൊളി ഒരുപാട് വീഡിയോസ് ആയിട്ട് വരുന്നുണ്ട്. സോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത കിടിലൊരു വീഡിയോ ആയിട്ട് വരുന്നത് ബൈ. പിന്നെ നിങ്ങൾക്ക് ഇതെല്ലാം വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ താഴെ കൊടുത്തേക്കുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ലൊക്കേഷൻ വരുന്ന കൊല്ലമാണ്. ഓക്കെ.